നമസ്കാരമുണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെ ഇങ്ങനെയൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹം നമുക്ക് അറിയത്തില്ല. ഇതേ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണ് കേട്ടോ. എയർപോർട്ടിലേക്ക് പോകുന്ന പഴയ നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ ഡൊമസ്റ്റിക് ആണ്. പണ്ട് നമ്മളിവിടെ പോകുമ്പോൾ വളരെ വിശാലമായി പൊക്കോണ്ടിരുന്ന ശംഖുമുഖം ബീച്ചിന്റെ ഒരു അവസ്ഥ കേട്ടോ. കടല് എങ്ങോട്ട് പോകുന്നതല്ല, കടല് എങ്ങോട്ടും പോകുന്നില്ല, കടൽ ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. ശംഖുമുഖം റോഡ് കണ്ടോ, ശംഖുമുഖം എയർപോർട്ട് വഴി കണ്ടോ. അവിടെ ബീച്ചൊക്കെ ഒന്നും ഇല്ല ഇപ്പോൾ കണ്ടോ. ഇപ്പോൾ ഈ റോഡ് അടച്ചു, 1 വേ ട്രാഫിക് ആക്കിയിട്ടുണ്ട്. അപ്പുറത്തെ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ കടലിലെ തിര അടിച്ച് റോഡ് വീഴാണ് ഇപ്പം. വണ്ടികളൊക്കെ അതൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളം കിടക്കണ്ടോ, ഇവിടെ വെള്ളമൊക്കെ നമ്മളെവിടെ കിട്ടിക്കുന്നുണ്ട്. വണ്ടികളെല്ലാം പോകുന്നത് അപ്പുറത്തെ ട്രാക്കിലൂടെ തന്നെയാണ് കണ്ടല്ലോ. പാറയൊക്കെ അടുക്കി റോഡിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡൊക്കെ ഇടിഞ്ഞു പോയാണ്, ഫുൾ ഇടിഞ്ഞു പോയ റോഡാണ്. നമുക്ക് ഒരു ഭാഗത്തൂടെ നമുക്ക് 2 വർഷം മുമ്പൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ പ്രതിഭാസങ്ങളൊന്നും അറിയത്തില്ല. കടൽ കയറുന്നുണ്ടെന്ന് മാത്രം അറിയാം അല്ലേ. വളരെ മനോഹരമായി കടല് കയറുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശംഖുമുഖത്തെ അവസ്ഥ. ശംഖുമുഖം ബീച്ച് ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം അല്ലേ. പണ്ട് വന്ന ബീച്ച് ഒന്നുമില്ല, ഇപ്പോൾ ഓർമ്മകൾ മാത്രം. കുറച്ച് കഴിയുമ്പോൾ ഇതുകൂടെ കാണത്തില്ല. നമുക്ക് വലിയ പാറയൊക്കെ അടിക്കണൊക്കെ ബേരിക്കടൊക്കെ അടിക്കണം മൊത്തം കണ്ടോ. ഇതിനടിയുടെ വയർ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം റോഡിനിടെ കൂടെ ഓരോ മീറ്റർ ഗ്യാപ്പിൽ ഡ്രില്ല് ചെയ്ത് കേബിൾ ടൈ ചെയ്തിട്ട് കോൺക്രീറ്റ് ഇടിച്ച് ഇറച്ചൊക്കെ കണ്ടോ. അതുകൊണ്ടാണ് റോഡ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ.